നിങ്ങളെ പറഞ്ഞേ ഞാൻ അവരെ മനസ്സിലാ എവിടെ ഇതിപ്പോടെ കെട്ടല് നമുക്ക് ഇവിടെ കെട്ടിയാലോ? ആ ഇവിടെ ഇതാ മറ്റേ കേളുമാശ പുകപ്പരിയാന്ന് അയാൾ ചൊറയാക്കുവാ. പോയി പണി നോക്കാൻ നന്നേ. ഒച്ച ദിവസമാക്കിയ ലേശം ആ മതി. അനന്തം നമ്പർ 87 വയസ്സ്. എടി ഞങ്ങൾക്ക് 87 വയസ്സുള്ളതിന്. ആ പക്ഷെ എന്തെല്ലാം പറഞ്ഞാലേ ഇയാൾക്ക് മറ്റേ പഴയ നമ്പ്യാൻ പറയാൻ ആടിത്തരൊന്നുമില്ല കേട്ടോ. അതില്ല അതില്ല. അമ്പലമുക്തികൾ റ്റു വീണും തുടച്ചുമത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ശാസ്ത്രീപദേ ജയ വീരമൗലേ ജയ ശാസ്ത്രമസ്തേ ജയ സൗരാംബുദേ ജയ അനീഷേ ഉച്ചയ്ക്കാണല്ലേ? സോദരനോടും ജനകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്നു രാഘവൻ. നിർലജനായതി ഭാവിയാമെന്നോടു ചൊല്ലുവാൻ എന്തൊന്നു ചൊല്ലിയതെന്നുടെ ജന്മനെന്തു പറഞ്ഞു വിജയിച്ചു തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും. കുഞ്ഞ ഒച്ചപ്പാടാക്കുന്നത് ആരതാ ഇതെല്ലാം? പോയത് ഇതെന്റേതല്ല. കുറച്ചു കാര്യമില്ല, കിട്ടുന്നില്ല, റേഞ്ചും ഇല്ല, ഒരു കുന്തുമില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നിനി? അല്ല ബാബോട്ടാ, നിങ്ങൾ ഓളച്ച മരിച്ചിട്ട് ഇങ്ങനെ ബേക്കറി ഓർക്കുക? ഞാൻ നേരം തന്നെ കൂട്ടിയിട്ട് വന്നിനി. എന്റെ ഓളച്ചോ മരിച്ചിട്ട് ബേക്കറി കൂട്ടിട്ട് വന്നതാ. ഒറ്റ അടിക്കണ്ടല്ലോ, ഇപ്പൊ ഇടുന്ന് വിട്ടോളണം. ഇപ്പൊ സ്റ്റേറ്റ് ഹൗസ് ഉണ്ട്, പോ. അല്ല ചോറിലാ എനിക്ക് സദ്യ തരാം. വല്ല ആളെ പോയിട്ട് പോ. ഞാനെങ്ങനെ എടുത്ത് പോവാൻ വേണ്ടി നോക്കുന്നു? കച്ചവടം പൂട്ടിട്ട് ഇവരെല്ലാം പണിക്കൊക്കെ എന്നോണം പറയാം. ഈ കംപ്ലീറ്റ് അതിഥി തൊഴിലാക്കണം. അവർക്ക് കേൾക്കാക്കട്ടെ അല്ലേ? ബാബോട്ടാ, ഇത് അന്നേരത്തെ മുണിനീതിന്റെ ഭർത്താവാണ്. മംഗളടുത്ത് ബേക്കറി എടുത്തതാ. അറിയാത്ത രാഘവട്ടൻ അമ്പല കമ്മിറ്റി പ്രസിഡന്റാ. ഉച്ചക്ക് 2 മണിയെല്ലാം കഴിഞ്ഞാണ്. 2 ദിവസമായില്ലേ അച്ചായസ്യത്തിന്. ഞാൻ അനന്തേട്ടൻ ആശുപത്രിയിലായിരുന്നു. ഇതാരെങ്കിലും എന്നോടൊന്ന് പറയണ്ടേ? എന്നാ ഞാൻ പോയി കാണൂല്ലേ എൻ്റെ അനന്തേട്ടന? ആ സാറിലിപ്പ കുറേ ആയില്ല ഇങ്ങനെ കിടക്കുന്നു. അതെടുക്കുന്നു നാളെ ഉള്ളൂ. അച്ഛൻ്റെ ഇളയ പെങ്ങൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് വരണം. ഓ, നളിനി അല്ലേ? ആ, അവിടെ ഉണ്ട്. എന്നാ വേണു നിന്റെ കണ്ണും വെള്ളം വല്ലാണ്ടിരിക്കുന്നത്? ഓ
ട്രെയിന് കയറുന്നുണ്ട് അല്ലേ? ദുഷ്ടനായി നൽകിയാൽ പോരാതിരുന്നിതോ മൽപുത്രനെ കാണാനാന്തേ കളവതിന്നിപ്പാതിയെന്നു ഇരച്ചിരു ദൈവമേ. ഏവമെല്ലാം വരുത്തിയ തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യത്തൊന്നു എടാ അനീഷ കുളിപ്പിക്കാൻ നോക്കട്ടെ, സമയം കുറയില്ലേ? അതിലിപ്പോ ഫ്രീസർ വരട്ടെ. ഫ്രീസർ അതിന് വന്നിട്ടില്ല. അത് ഇത്ര താമസമോ? ഞാൻ നോക്കട്ടെ. ബിച്ചു ഇന്നാ കട്ടല നോക്കി, ഞാൻ മൂത്രയിക്കട്ടെ. രാജേഷാ. ഗോയിന്ന മാഷ അങ്ങോട്ട് പോയി. ഞാൻ ഒന്ന് എന്തായിട്ടും കാണാൻ പോയതാടോ. അല്ല പിങ്ങളെല്ലാം കുറേ സമയം അവിടെ നിൽക്കേണ്ട ആളല്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിനി. പ്രഷറും ഷുഗറിലും ഉണ്ട്, അധികം നേരം നിൽക്കാൻ പറ്റൂല. നീ സ്കൂളിലെടുക്കുക ഐസ്ക്രീം വിറ്റുകൊണ്ട് നടന്നതല്ലേ, നീ ഒന്ന് ഇതെല്ലാം എടുത്തിട്ടിടാ. ഐസ്ക്രീം ഒന്നും ഇല്ലല്ലോ, ആവില്ല മാഷേ, മൊത്തം അലിഞ്ഞു പോക്കല്ലേ. ഞാൻ അതെല്ലാം കൊടുത്തിട്ട് ഫ്രീസർ വാങ്ങിച്ച്. നല്ല ലാഭല്ലേ, നല്ല പണിയാണ്. മിഞ്ഞാന്ന് നമ്മളെ ചാത്തോത്തെ കർണാടകയിനു, ഓറമായ അമേരിക്കയിലല്ലേ. ഇന്നലെ താഴോട്ടുള്ള കല്യാണം ചേച്ചി, ഓറ മൂത്തവനോടെ ഇപ്പോൾ ആഫ്രിക്ക ഉഗാണ്ട ഏതോ രാജ്യത്താണ്. എന്നേരം നാലത്താട്ടം പോയി. ഇതിപ്പോൾ നാളെല്ലാം എടുക്കൂ. എൻ്റെ അച്ഛൻ എന്തായിരുന്നു? അച്ഛൻ നേരത്തെ പോയില്ലപ്പാ, ഓർക്കയിൽ കിടക്കേണ്ട ഭാഗ്യമൊന്നുമില്ല. ശരി. അല്ല മാഷൊരു മോനുണ്ടല്ലോ ബാബുട്ടി, ഓനിപ്പടിയാ? ഓം കുറേ ആയില്ലേ, മസ്കറ്റിലല്ലേ? ഓനും പുറത്താ. ഓൻ്റെ തന്നെ നമ്പറുണ്ട്, വിളിച്ചാൽ മതിപ്പാ. എടാ ബിച്ചു, നീ കട്ടായി ചേട്ടെ, എന്റെ ഫോൺ എടുത്തോടാ നോക്ക്. മോളെ അമ്മക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിനോ? കൊടുത്തില്ല, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. എന്ത് പറഞ്ഞാലും എന്തായിട്ട് നല്ല ഭാഗ്യം ചെയ്ത ആളാ. അല്ലല്ലാട്ടങ്ങ് പോയില്ലേ? എന്ത് ഭാഗ്യം? 2 കൊല്ലായി എന്താട്ടം കിടപ്പില്ല. തീട്ടോ മൂത്രം എല്ലാം കിടന്നിടത്ത് തന്നെയാ. ഇങ്ങനെ ഒരു ഭാഗ്യം കെട്ട ജന്മം. ചില്ല് കുടിക്കാണ്ട് നോക്കണോ? കാല് നോക്കണേ. പോട്ടെ പോട്ടെ. പയക്കുണ്ടല്ലോ. ഇത് ഏത് രാജ്യക്കാരല്ലോ? ഇത് കത്തുന്ന തന്നെ ഇപ്പൊ. അച്ഛൻ മണിക്കൂറോളം കിടക്കേണ്ട സാധനമായത്. അച്ഛൻ ഫ്രിഡ്ജാ? ഇത് വാഷിംഗ് മെഷീൻ. നീ ഉള്ളിൽ പോയണ്ട. ഓൻ്റെ ഒരു ചോദ്യം. കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാല്ലേ? ആ അടുക്കളയിൽ ആ മരത്തിന്റെ മേശയുണ്ട്, അവിടുത്തെ. ശരിയാ, ഇനി അധിക നേരം വെക്കാണ്ട് കുളിപ്പിക്കാൻ എടുക്കുന്ന ആളല്ലേ. നാളെ രാവിലെ അവർ വെച്ചാലും അനന്താട്ടൻ്റെ ബോഡിക്ക് ഒന്നും ആവില്ല. പഴയ എഞ്ചിനാ, ഉരുക്ക് പോലത്തെ ശരീരാ. കത്തിക്കിട്ടുമെന്നാണ് നമ്മൾ നോക്കണ്ട. എടാ വെച്ചോ, കൂളുണ്ടാ നോക്കിട്ടെ. കൂളില്ല, ആൻസുണ്ടോ വേണോ? അടി വെച്ചെന്നല്ല. എടാ പൊട്ട, ഇതിൽ തണുപ്പുണ്ടോ ചോദിച്ചേ. വേട്ടെ പോ, അതോ വെറുതെ അല്ല എനിക്ക് കടങ്ങിയിരുന്നു. ഇതാവുന്നില്ലല്ലോ. അല്ലടോ, ലേഡിയാ വെക്കുന്നത്.
അമ്മാപ്പ ആയിരിക്കറിയാം. ഹലോ ഹലോ എടാ ആജാ, ഹലോ റേഞ്ചിലടാ, കാട്ടുപോലെയാണ് വീട്. ഹലോ ഹലോ, എന്ത് കൂത്താത്തിലെ അതാണ് ഈ അണ്ടാട്ടം മോളെ ഭർത്താവ് വെറും ഒരു മൊണ്ണേനല്ലേ. എന്തിനാമോ നീ ഇതിന് പിന്നെ കഴിപ്പിച്ചു കൊടുത്തനി? അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ആടെ നിറയെ തെങ്ങും തോട്ടും. പിന്നെന്താ വേണ്ടത്? രാജേട്ടാ ഇത് ഇനിയും കുറെ നേരം എടുക്കുവാ? അളിയാ റേഞ്ച് പറഞ്ഞൊരു സാധനം ഇല്ലേടാ. എന്ത് അല്ലാളിയാ, അച്ഛനെ കുളിപ്പിച്ച് കുളിപ്പിക്കേണ്ട പുതിയ കോടി വാങ്ങിനേങ്ങ? ആന്നും വേണ്ടപ്പാ. അച്ഛന് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓണത്തിനും വിഷുവിനും വാങ്ങിയ കുപ്പായെല്ലാം ഷെൽഫിലുണ്ട്. ആന്ന് വിട്ടിട്ടൊന്നുമില്ലല്ലോ. അതിൻ്റെ അത് നല്ല നോക്കിയിട്ടൊന്ന് എടുത്തു കൊടുത്തേ. അതെങ്ങനെ ശരിയായാലളിയാ? അനന്തം വേറെ ആരാന്ന്? പുതിയ കോടി വാങ്ങിയിട്ട് അതിൻ്റെ നാണക്കട എനക്കം കൂടി ഇല്ലയാന്ന്. പുതിയ എന്നെ വേണം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇരുട്ടിക്ക് പോയിട്ട് നല്ല നോക്കിയിട്ടൊന്ന് വാങ്ങിക്കോ. അതിൻ്റെ പൈസ ഞാൻ തരാം. ഷെൽഫിന്റെ താക്കോൽ ഇട വെച്ച് നിങ്ങൾ പറഞ്ഞ്, താക്കോൽ ഇട വെച്ചിന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിലുണ്ട്. മോളിൽ. ആ ശരി. ഇതിന്റെ ആളാരോ? ആരാന്ന് ഇതിന്റെ ആളാരാന്ന്? എന്റെ അച്ഛനെ ഉടുപ്പിക്കാൻ കുപ്പായം കൊണ്ടോ പുതിയത്? ആരാന്ന്? കണ്ട വെള്ളം കൂടി എന്റെ അച്ഛനെ കുളിപ്പിക്കാൻ നിൽക്കുന്നു. കെട്ടത് വീഡിയോ കുഴിച്ചിടുന്നു. എന്തോ തീരുമാനിച്ച? അത് തീരുമാനിക്കാല്ലേ? ഈ പറമ്പരെ തെക്കുവാത്ത് അത് പറ്റൂലേ? അത് ഞാൻ സമ്മതിക്കൂല. അതെന്റെ പറമ്പിന്റെ അതിരാത്. അതിന് എന്റെ മോന് വീടെടുക്കാൻ വേണ്ടിട്ട് അടുത്ത ആഴ്ച അവിടെ കുറ്റി അടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൂട്ട് കളത്തിട്ട് ആരാ വീട് വെക്കുവാ? ഇതെല്ലാം പറയാൻ എങ്ങനെയാണോ? പിന്നെ ഏടോ കൊണ്ടക്കണ്ട് എന്റെ വീട് കൊണ്ടുപോകണോ? തോന്നിയ ദിവസം പറഞ്ഞാണല്ലോ എന്റെ കുടുംബകാര്യത്തിലുള്ള കൊണ്ടക്കല്ലേ? വെറും വർത്താനം പറയാൻ പറ്റാ. കണ്ടവൻ നക്കി വന്നിട്ട് എന്നോട് വർത്താനം പറയാൻ നിൽക്കുന്ന വേടെ കൊണ്ടക്കണം വേടെ കൊണ്ടക്കണ്ടത് നമ്മൾ തീരുമാനിക്കും. നമ്മുടെ കുടുംബകാരുടെ നമ്മളെ അച്ഛന് നമ്മളെ പറമ്പിൽ വെക്കാൻ പറ്റാൻ നീറ്റുകൾ പറഞ്ഞു കളിയാ. അല്ലെങ്കിൽ അച്ഛൻ ഈ പറമ്പത്ത് വെക്കുന്നില്ല. അച്ഛൻ പണ്ടേ പറഞ്ഞ പയ്യാമ്പലത്ത് വെച്ചാൽ മതിയെന്ന്. വെറുതെ കുഴപ്പാക്കല്ലപ്പാ. വേണ്ട ബിരീഷ പാടോ, നമുക്ക് ബോഡി എടുക്കാം. വെറുതെ ഇരുന്ന് അൽബിട്ടാക്കുന്നു. അച്ഛന് പയ്യാമ്പലത്ത് കിടന്നാന്ന് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ വിട്ടു. അല്ലെങ്കിൽ കണ്ടല്ലോ ഈ പറമ്പിൽ വെക്കും അച്ഛൻ. വാ വന്നോട്ടെ മുട്ട് തട്ടി മുട്ടാട്ട് എടുക്ക് കൂട്ടി. തുളസിയൊക്കെ മുട്ടേക്കല്ലേ? ഇപ്പൊ നോക്കണം. കേട്ടോ ഇഷ്ടക്കുവാത് തല എന്ത് പിടുത്തറ അട്ടി പിടിച്ച് കാട്ടാ. തിരിച്ചിപ്പത്തെ അച്ഛനല്ലേ ഇത്? ഉപ്പിച്ചാക്ക മരിച്ചാലെന്റെ അച്ഛനല്ലേ ഇത്?
ബിച്ചു ആയാ ഓർമ്മ ഒന്ന് വേഗം നോക്കടാ. അയില്ലേ ആ കുത്ത് കുത്ത് ആ കിട്ടോ. ആന്തര ചേട്ടാ കറണ്ട് കൊത്തും പോയാ എന്നാടെ ഒരു സെക്കൻഡ് ഇപ്പം നോക്കാം. നീ പഠിക്കണ്ട, ഇപ്പം വരാം. നായനെ പോണ അവർക്ക് നോക്കുന്നത് നീ ഞാനൊന്നുമല്ലപ്പാ. അന്താട്ടാ പേടിക്കണ്ടാട്ടാ, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാ നോക്കറാ. ഇല്ലടാ, അത് വയറ് ട്രിപ്പ് ചെയ്താ. അത് വയറിങ് എല്ലാം പോയതാന്ന്. നിങ്ങളെ ഫ്രിഡ്ജിന്റെ ഊരിട്ട് അതിൽ കുത്താൻ പറ. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇപ്പം ശരിയായി തരാം. എടാ ആ മുകളിലത്തെ കൊടുക്കുന്നുണ്ട്. മുകളത്തെ കൊടുക്കട്ടാന്നാ ഓർക്ക് ചൂടെടുക്കുക. ഒന്ന് മാറോ. എന്താ കുളിപ്പിച്ച് അനക്കറിയില്ല ഇതെന്നോടെ. അതെനിക്ക് വേണം. അനന്തേട്ടൻ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ ഒരുങ്ങിനോ അതുപോലെ വേണം പറഞ്ഞേക്കാൻ. ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഒരാൾ കുളിപ്പിക്കുന്നു. അന്താട്ടം കുറിയാൻ തുടയില്ല. ഉണ്ടെങ്കിൽ ഞാൻ തന്നെ തൊടൂലേ? ഉണ്ട് ഉണ്ട്. അനന്തേട്ടൻ എപ്പോ ഒരു ചോന്ന കുറി തൊടല്ലേ. ഇത് കാണാനിട്ടാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ തൊട്ട് കൊടുക്കണോ? പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് തന്നെ കുളിപ്പിച്ചാ പോരെ. രാഘവട്ടം പറഞ്ഞാലും കാര്യമുണ്ട്. ഓരോ വെറുതെ പറയുന്നില്ല. എന്ത് കാര്യം മരിച്ച വീട്ടിലെ തോന്നിച്ച കളിക്കുക. മര്യാദക്ക് ഞാൻ മര്യാദ പളിയാ എന്തെന്നാകരുത്. ഏർന്നിച്ചിക്കണത് കിട്ടീനി. അനീഷേ, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ എങ്ങനെ ഒരുക്കിനോ അതുപോലെ ഒരുക്കണം. അനീഷേ, അച്ഛൻ കുറി തൊടലുണ്ടാ? അതും ഈ ചോന്ന കുറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെല്ലാം കൂടി ഇപ്പൊ ഞാനിപ്പോ ഇവരെ കുളിപ്പിച്ച് കുപ്പായിടിപ്പിച്ച് ഇവിടെ കൊണ്ടത് കിടത്തിയാലോ വലിയ ഗമയിൽ കുറിയും കൊണ്ട് വന്നിനി തൊടാൻ വേണ്ടിയിട്ട്. വലിയ ആളാന്ന്. അച്ഛൻ അങ്ങനെ എപ്പോ കുറിയും തൊടല്ലേപ്പാ. ഇപ്പം തൊട്ടാ തന്നെ ഭസ്മേ തൊടൂ. വിട്ടുകളത്. ആ ഭസ്മം തൊടലുണ്ട്, അതെനിക്കറിയാം. ഭസ്മം തൊടലുണ്ട് തൊടാലോ. നോക്ക്, അന്നി ഉണ്ടാക്കാൻ നോക്കണ്ട കേട്ടാ. വലിയ ഫ്ലക്സ് ആണല്ലോ. എൻ്റെ വീട്ടിലെ കക്കൂസിന്റെ ഡോറ് പോയിട്ടുള്ളത്. ഇത് ഞാൻ നാളെ ആരും കാണാണ്ട് അയച്ചിട്ട് പോകും. അല്ല ചേട്ടാ, അതിൻ്റെ അകത്ത് ഒരു അക്ഷരം തെറ്റല്ലേ? അക്ഷരം തെറ്റിയാലെന്നാടാ, കക്കൂസിനെ നോക്കാനല്ലേ. ആ അപ്പനും കുഴപ്പമില്ല. വരുന്നുണ്ട് കേട്ടോ.
കഴിഞ്ഞ് എത്തിയല്ലേ? ഒന്ന് വിളിക്കട്ടോ. കരയല്ലേ കേർക്കാണ്ട് കരഞ്ഞാല് പോയാൽ തിരിച്ചു വരുവാ. എന്നാ പിന്നെ എടുത്തൂടെ? എന്നാ പിന്നെ പട്ടിടാനുള്ളവര് വന്നോളെ. കരയല്ല പാവം ദൂരത്ത് വരുന്നല്ലേ, പേശത്തിട്ടായിരിക്കും കരയുന്നത്. അവര് കുറച്ച് കട്ടൻ ചേട്ടത്തി കൊടുക്കും. 5-6 ഓർഡർ ഉണ്ട്. കസ്റ്റമർ വിളിച്ചുകൊണ്ട് കേന്നു. നീ കേക്ക് വേഗം എടുക്കാൻ നോക്ക്, ഞാൻ ബോഡി വേഗം എടുക്കാൻ നോക്കാം. ആ പിന്നെ കിട്ടാനുള്ള പൈസ എല്ലാം മേടിച്ചിട്ട് കൃത്യമായ പുസ്തകത്തിൽ എഴുതി നോക്കണം. ആ ശരി. ഇന്നലെ വിവരം അറിഞ്ഞപ്പാടെ വന്നിനാളെന്ന്. എന്താണ് വിളിച്ചനും പിള്ളേരും വരാഞ്ഞത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എൻ്റെ അച്ഛൻ മരിക്കുന്നവരെ ഇളച്ചനോട് മിണ്ടലുണ്ടേനാ. ഞാനിപ്പോൾ വന്ന എന്നെ വലിയ കാര്യമെന്ന് വിചാരിച്ചാൽ മതി. വേണ്ടാത്ത പടി എടുത്തിട്ട് സംഭവം ആയാ. റീത്തോട് നിന്റെ നെഞ്ചത്ത് വെക്കാനാ റീത്ത് വാങ്ങി? സാറേ കേക്ക് ആവുന്നുണ്ട് സാറേ, റെഡി ആവുന്നുണ്ട്. 20 മിനിറ്റ് ആവുന്നുണ്ട് സാറേ. ശരി ആയോ? ഇന്ന് എടുക്കാല്ലേ? അപ്പോൾ വളരെ വ്യസനകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളിന്നിപ്പോൾ കൂടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീമാൻ അനന്തൻ നമ്പ്യാർ, പ്രിയപ്പെട്ട അനന്തേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വിഷമത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി ഒരു 1.5 നിമിഷം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഞാൻ ചൊല്ലുന്ന മന്ത്രം എല്ലാവരും ഏറ്റുചൊല്ലി ലഭിച്ചിരിക്കുന്ന അരിയും പൂവും പരേതനിലേക്ക് സമർപ്പിക്കുക. പൂർണ്ണമത ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, അനന്തട്ട മരിക്കുന്നില്ല, ഇല്ല ഇല്ല മരിക്കുന്നില്ല, അനന്തട്ട മരിക്കുന്നില്ല. എന്ത് 3 മാസമായിട്ട് ഇവർ കാണിക്കുന്നത്? അനീഷേ, അനന്താട്ടൻ ജീവിച്ചിരിക്കുന്ന കാലം മൊത്തം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഓർക്ക് ഒന്നും പിടിക്കൂലേ? കമ്മ്യൂണിസ്റ്റാ? എന്ത് കമ്മ്യൂണിസ്റ്റ്? അതെല്ലാം പണ്ടായി പോയി. കഴിഞ്ഞ 10 വർഷമായിട്ട് കിടപ്പിലാവുന്നവരെ അമ്പല കമ്മിറ്റിയിൽ നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച ആളാണ് അനന്താട്ടൻ. തെളിവുണ്ടോ? അനന്താട്ടൻ കിടപ്പിലാവുന്നതിന് മുമ്പ് അമ്പലത്തിന് വേണ്ടി മുറിച്ച സമ്മാന കൂപ്പണിന്റെ റെസീറ്റിന്റെ കുറ്റിയാടോ ഇത്? അനീഷേ, വെറുതെ എന്നോട് ചൊറവിലേക്കണെന്ന് പറഞ്ഞോ? ആ നാട്ടില്ലാത്ത ഓരോ ആചാരങ്ങളോട് വന്നിനി. ഇല്ലാത്തതാ എന്ത് കളിക്കുന്നു? മരണ വീട്ടിൽ ചൊറയാക്കാൻ വേണ്ടിട്ട് വെറുതെ കുഴപ്പാക്കല്ലപ്പാ. ഒന്നാമത് പയ്യാമ്പലത്ത് എത്തണ്ടെയാണ്. അല്ല മോനെ അനീഷേ, ഇപ്പം ഞാനാ കുഴപ്പാക്കുന്നു? നിന്റെ അച്ഛനെ നമ്മുടെ വിശ്വാസത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് പറഞ്ഞേക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിനക്കില്ലെങ്കിലും എനക്കില്ലേ? ജപിക്കാണ്ട് പറ്റൂല. അവിടെ നിങ്ങൾ ജപിച്ചോ, പക്ഷെ ആരും കേൾക്കാണ്ട് കുറച്ച് മൂലക്ക് പോയിട്ട് ആയിക്കോട്ടെ.
അനീഷേ, പിന്നെ ഏടെയാടെ നമ്മളെ ഹിന്ദുക്കളൊന്നും ഉണരുക? ഇതല്ലല്ലേ അവസ്ഥ? ഈ മരിച്ചു കിടക്കുന്ന എൻ്റെ അച്ഛനെ എങ്ങനെ ഉണർന്ന കാര്യം രാവട്ടെ നിങ്ങൾ ഈ പറയുന്നു. പോവാണ്. നമുക്ക് ആ മൂല പോയിട്ട് ഇങ്ങോട്ട് മാറി എന്നാ പിന്നെ ഒന്ന് കാണാനല്ലോ. കാണാലോ. എന്താക്കല്? നീ വാ, പുറത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാറോ? നമുക്ക് ഒറ്റനും പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാ പിന്നെ എടുക്കാല്ലേ? നീ എന്താ നോക്കിക്കുന്നു? എടുക്കണോ? ഏട്ടാ, നമുക്ക് ഒരിക്കലും കൂടെ കാണണമെന്ന് പറയുന്നുണ്ട്. എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. പട്ടിട്ട് കഴിഞ്ഞാണ്ടല്ല പെണ്ണുങ്ങളെ കാണിക്കല്, വെറുതെ കരഞ്ഞ് അലമ്പാക്കാൻ വേണ്ടിട്ട്. എന്താ വായ മുളിച്ചിരിക്കുന്നത്? എടുക്കണോ? അത് ഞാൻ പറയാം. ഒന്നിക്ക് വരുമോ? എന്താ ഒന്നപ്പുറം ചെറിയൊരു കാര്യം പറയാം. ഞാൻ പറയാം. നടക്ക്. ചില നാട്ടിലല്ലോ പട്ടിട്ടാലും പെണ്ണുങ്ങളെ കാണിക്കലുണ്ട്, കാണിക്കാണ്ടുണ്ട്. അതെല്ലാം പിന്നെ ചില ആചാരങ്ങൾ, ഒരു നാട്ടിൻ്റെ ആചാരങ്ങളല്ലേ. ഞാൻ അതുകൊണ്ടാണ് പിന്നെ എൻ്റെ അകത്ത് നേരത്തെ ഒന്ന് കയറി ഇടപെടാൻ. അതുകൊണ്ടല്ലേ ഞാനൊരു അഭിപ്രായം പറയാനി. അല്ല അന്നേരം കയറി പറഞ്ഞിട്ടുണ്ടാവൂലേ? അതിനെ നമുക്ക് നല്ലത്. ഇന്നലെ മുതൽ നിങ്ങളെന്ത് നാന്നിവിടെ കാണിച്ചു കൂട്ടീനി? ഇതൊരു മരിച്ച വീടല്ലേ, മര്യാദ ഉണ്ട് നിങ്ങൾക്ക്? ഇതെല്ലാം ചോദിക്കുക നീയാണാ? ഞാൻ അനീഷിന്റെ അളിയനാണ്. അനീഷിന്റെ അളിയനാന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ രാത്രി കൂക്കിയാലും തരാനി. ഏഞ്ഞാർക്ക് പിടിച്ചേക്കാനാവില്ല, മനസ്സിലായോ? അളിയ അമ്മേനെ വിളിച്ചു, അതിൽ തെറ്റൊന്നുമില്ല. പാവല്ലേ, വിളിച്ചു. ചിറകേയരികെ എഴുതി പ്രണയം എരിയും മുകുളം പോലും നിഴലും പകലും കൊതിയാലൊഴുകും മറുവെന്നറിയാ നേരം പല കാതങ്ങൾ പഴിയല്ലാതെ വഴിദീപമാറു വിരലേക്കുന്നു അനുരാഗങ്ങൾ ചെറുതെന്നൽ പോൽ ഉയരുന്ന തിരയലയകമേ നാം നാളേറെ. ഒറ്റക്കാക്കി പോകുന്നതിലേ എനിക്ക് വിഷമുള്ളൂ. നീ സങ്കടപ്പെടരുത്. നിങ്ങളില്ലാണ്ട് എനിക്ക് ആവില്ല. എന്താ നിങ്ങൾ പോകുമ്പോ അന്യം കൂട്ടുക. ഇതളിന്നൊളിയിൽ മറയും കണമായി പൊരുളിൻ നിറമേതറിയും
ഓ പൂർണ്ണമാതാ അനീഷേട്ടാ അമ്മ